നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ വർഷ വിജയൻ. നോക്കാം വിശദമായ വാർത്തകൾ. KSRTCയുടെ പ്രിയദർശിനി പദ്ധതിക്കെതിരായ പരാതികൾ പഠിക്കാൻ സമിതിയെ നിയോഗിക്കാൻ സർക്കാർ. സ്വകാര്യ ബസ് ഉടമകളുടെ പ്രതിസന്ധി പരിഹരിക്കുകയാണ് ലക്ഷ്യം. ഗതാഗത മന്ത്രി CP ജോൺ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് തീരുമാനം. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. റിനു, വലിയ പ്രതിസന്ധിയാണ് ഈ സ്വകാര്യ മേഖലയിലെ ബസ് ജീവനക്കാരടക്കം പറയുന്നത്. ഇനിയിപ്പോൾ നിർണായക കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അതിവേഗം ഈ സ്വകാര്യ ബസ് ജീവനക്കാരുടെ ആ ഒരു പ്രതിസന്ധിക്ക് പരിഹാരമാകുമോ? വർഷ, പ്രിയദർശിനി പദ്ധതി വലിയ സ്വീകാര്യതയാണ് ജനങ്ങൾ നൽകിയത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന പദ്ധതി ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. ഒരുപക്ഷെ സംസ്ഥാനത്ത് UDF അധികാരത്തിലേക്ക് എത്തുവാൻ വേണ്ടി ഏറ്റവും പ്രധാനമായിട്ടുള്ള അവർ പ്രഖ്യാപിച്ചൊരു പദ്ധതി കൂടിയാണ് അത്. പക്ഷേ ഈ പദ്ധതി പ്രഖ്യാപിച്ചതോടുകൂടി സ്വകാര്യ ബസ് മേഖലയ്ക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം സമരം അടക്കം ചെയ്യുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ഈ പ്രൈവറ്റ് ബസ്സുകളൊക്കെ തന്നെ സർക്കാർ ഏറ്റെടുക്കണം എന്നുള്ളൊരു ആവശ്യമാണ് അവർക്ക് ഉള്ളത്. പക്ഷേ അത് സർക്കാർ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഈ പ്രശ്നം പഠിക്കുവാൻ വേണ്ടി ഇപ്പോൾ ഒരു സമിതിയെ നിയോഗിക്കുവാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഈ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് എല്ലാം തന്നെ മുഖ്യമന്ത്രി അടക്കം കണ്ടു. ഗതാഗത വകുപ്പ് മന്ത്രിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഒരു പ്രത്യേക സമിതിയെ നിയോഗിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ സമിതി കൃത്യമായി തന്നെ ഈ സ്വകാര്യ ബസ്സുകളുടെ പ്രതിസന്ധിയും പ്രിയദർശിനി പദ്ധതിയുടെ ആഘാതവും എല്ലാം കൃത്യമായി പഠിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പഠിച്ചതിനു ശേഷം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തു ചെയ്യണമെന്നുള്ള ഒരു കാര്യം സർക്കാർ തീരുമാനിക്കും, അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് തീരുമാനിക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനം ഈ സ്വകാര്യ പ്രൈവറ്റ് ബസ് മേഖലയുടെ പ്രതിസന്ധി പരിഹരിക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം. വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ 13 വയസ്സുകാരിയെ സഹപാഠികൾ പീഡിപ്പിച്ചു. പല സ്ഥലങ്ങളിൽ എത്തിച്ചായിരുന്നു പീഡനം. സംഭവത്തിൽ ഒരു പെൺകുട്ടിയടക്കം 10 പേരെ പോലീസ് പ്രതി ചേർത്തു. പ്രായപൂർത്തിയാകാത്ത 4 പേരടക്കം 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും പിന്നീട് വിട്ടയച്ചു. പെൺകുട്ടിയുടെ മൊഴികളിലെ വൈരുദ്ധ്യത്തെ തുടർന്നാണ് കസ്റ്റഡിയിലെടുത്തവരെ വിട്ടയച്ചത്. സ്കൂളിൽ നടന്ന കൌൺസിലിംഗിനിടെയായിരുന്നു പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ. കഴിഞ്ഞ മെയ് മാസമായിരുന്നു സംഭവം. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 13 വയസ്സുകാരിയെ 10 പേർ പലതവണ പീഡിപ്പിച്ചെന്ന് പോലീസ് പറഞ്ഞു. സ്കൂളിലും പ്രതിയാക്കപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിലും എത്തിച്ചായിരുന്നു പീഡനം. സ്കൂളിലെ ശുചിമുറിയിൽ വെച്ചും പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കി. പ്രതിപ്പട്ടികയിലുള്ള 4 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. സ്കൂളിൽ നടന്ന കൌൺസിലിംഗിനിടെ ചൈൽഡ് ലൈൻ അധികൃതരോടായിരുന്നു പീഡന വിവരം പെൺകുട്ടി പറഞ്ഞത്. സഹപാഠികൾ പെൺകുട്ടിയെ ഒരുമിച്ച് പീഡനത്തിനിരയാക്കിയതായും പോലീസിന് വിവരം ലഭിച്ചു. സംഭവത്തിൽ ഗൌരവമായ നടപടികൾ ഉണ്ടാകുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ നമുക്ക് വലിയ വിഷമമുണ്ടാക്കുന്നതാണ്. അതുമാത്രമല്ല, അത്തരം കാര്യങ്ങൾ കുട്ടികൾ തന്നെ ഇതിൽ ഇൻവോൾവ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് നമ്മുടെ സമൂഹം എത്തി നിൽക്കുന്ന വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് അത് പോകുന്നത്. ആ കാര്യത്തിൽ ഗൗരവമായ മറ്റു നടപടികൾ ഉണ്ടാകും. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലാണ് പോലീസ്. പീഡനത്തിന് ഒത്താശ ചെയ്ത പെൺകുട്ടിയെക്കുറിച്ചും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. 6 പേരെ കൂടൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു. എന്നാൽ പെൺകുട്ടിയുടെ മൊഴികളിലെ വൈരുദ്ധ്യത്തെ തുടർന്ന് കസ്റ്റഡിയിലെടുത്തവരെ ഇന്ന് വൈകിട്ടോടെ വിട്ടയച്ചു. ഇതിലൊരാൾ നേരത്തെ പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ 50-ലധികം പേർ ചേർന്ന് പീഡിപ്പിച്ച കേസിലെ പ്രതി കൂടിയാണ്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പോലീസിനോട് കമ്മീഷൻ റിപ്പോർട്ടും തേടി. 24 പത്തനംതിട്ട. ആസൂത്രണ ബോർഡിലേക്ക് നടന്ന PSC പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണം പ്രഹസനമാകുന്നു. പരീക്ഷാ നടത്തിപ്പിന്റെ ചുമതലയുള്ള പരീക്ഷാ കൺട്രോളർക്ക് അന്വേഷണം മാറ്റി നൽകി PSC ചെയർമാൻ. നേരത്തെ SP റാങ്കിലുള്ള വിജിലൻസ് ഉദ്യോഗസ്ഥനായിരുന്നു അന്വേഷണ ചുമതല. ആഭ്യന്തര വിജിലൻസ് തലവൻ പരീക്ഷാ കൺട്രോളർ ആയതുകൊണ്ടാണ് അന്വേഷണം നൽകിയതെന്ന് ചെയർമാൻ MR ബൈജു പറഞ്ഞു. സംസ്ഥാന ആസൂത്രണ ബോർഡിലെ നിയമനത്തിലുള്ള പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ സുരക്ഷാ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് PSC അന്വേഷണം പ്രഖ്യാപിച്ചത്. SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ മേൽനോട്ടം വഹിക്കുന്ന വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി വിഭാഗത്തിനായിരുന്നു ചുമതല. തുടർന്ന് SP സിനി F ഡെന്നീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഉത്തരക്കടലാസുകൾ മൂല്യനിർണ്ണയം നടത്തിയത് സുരക്ഷാ പരിശോധന നടത്താത്ത സോഫ്റ്റ്വെയറിലെന്നതടക്കം അന്വേഷണത്തിൽ കണ്ടെത്തി. എന്നാൽ PSC ചെയർമാൻ അന്വേഷണം പരീക്ഷാ നടത്തിപ്പിന്റെ ചുമതലയുള്ള പരീക്ഷാ കൺട്രോളർക്ക് തന്നെ കൈമാറി. ഇത് അന്വേഷണത്തെ അട്ടിമറിക്കാനെന്നാണ് ഉയരുന്ന ആരോപണം. ആഭ്യന്തര വിജിലൻസിന്റെ അന്വേഷണം കള്ളനെ താക്കോലേൽപ്പിക്കുന്നത് പോലെയെന്ന മന്ത്രി OJ ജനീഷ.
പരീക്ഷാ കൺട്രോൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ അട്ടിമറിയുടെ ഭാഗമാണെങ്കിൽ കള്ളനെ തന്നെ താക്കോലേൽപ്പിക്കുന്ന ഒരു സമീപനമാണ് PSCയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇപ്പൊ PSC ആരോ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. ആഭ്യന്തര വിജിലൻസ് തലവൻ പരീക്ഷാ കൺട്രോളർ ആയതുകൊണ്ടാണ് അന്വേഷണം ഏൽപ്പിച്ചതെന്നാണ് PSCയുടെ വാദം. പോലീസ് ഉദ്യോഗസ്ഥൻ നേതൃത്വം നൽകുന്നത് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി വിഭാഗത്തിനാണെന്നും PSC ചെയർമാൻ MR ബൈജു അറിയിച്ചു. വിവാദമുയർന്ന സാഹചര്യത്തിൽ സർക്കാർ തല അന്വേഷണം ഉണ്ടായേക്കുമെന്നാണ് വിവരം. 24 തിരുവനന്തപുരം. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതിയുടെ കോപ്പി തനിക്ക് ലഭിച്ചത് ഓൺലൈനായെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ പിണറായി വിജയനോട് മിണ്ടുന്നത് അപരാധമല്ലെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. അതേസമയം R ചന്ദ്രശേഖരന് INTUC സംസ്ഥാന എക്സിക്യൂട്ടീവ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ചന്ദ്രശേഖരനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മറ്റൊരു വിഭാഗവും രംഗത്തെത്തി. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതിയുടെ കോപ്പി തനിക്ക് ലഭിച്ചത് ഓൺലൈനായെന്നാണ് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരന്റെ വിശദീകരണം. തനിക്ക് സംഘടനയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. പിണറായി വിജയനോട് മിണ്ടുന്നത് അപരാധമല്ലെന്നും R ചന്ദ്രശേഖരൻ പറഞ്ഞു. പിണറായി INTUC എന്ന് പറഞ്ഞ് ഞാനിന്നുവരെ കേട്ടിട്ടില്ല. ഈ പിണറായി വിജയനോട് ഞാൻ എത്രയോ യോഗങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനോട് മിണ്ടുന്നതൊരു അപരാധമാണെന്ന് ഞാൻ കരുതുന്നത്. VD സതീശൻ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിനോട് പിണറായി വിജയൻ സംസാരിക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെ ഒരു അപരാധമാണെന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അത്ര അതേസമയം R ചന്ദ്രശേഖരന് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ INTUC സംസ്ഥാന എക്സിക്യൂട്ടീവ് പൂർണ്ണ പിന്തുണ നൽകി. എന്നാൽ R ചന്ദ്രശേഖരനെതിരെ ഒരു വിഭാഗം രംഗത്തെത്തി. ചന്ദ്രശേഖരനെ സർക്കാർ സംരക്ഷിക്കുന്നുവെന്നാരോപിച്ച് KPCC തെരഞ്ഞെടുപ്പ് സമിതി ചെയർമാൻ R പരമേശ്വരൻ ഉപവാസ സമരം പ്രഖ്യാപിച്ചു. അതിനെതിരെ ശക്തിയായ പ്രതിഷേധം നടത്തുന്നതിനും സന്ധിയില്ലാത്ത സമരം നടത്തുന്നതിനും INTUCയുടെ കേരള ഘടകം തീരുമാനിച്ചിട്ടുള്ളവരെ ഇതോടൊപ്പം നിങ്ങളെ അറിയിക്കുന്നു. 2000 കോടി രൂപയുടെ അഴിമതി ആരോപണങ്ങൾ പുറത്തുവന്നെങ്കിലും INTUCയിൽ പിടിമുറുക്കിയ ചന്ദ്രശേഖരനെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംരക്ഷിക്കുകയാണെന്ന വിമർശനവും ശക്തമാണ്. 24 തിരുവനന്തപുരം. പുതിയ KPCC അധ്യക്ഷ തെരഞ്ഞെടുപ്പ് തീരുമാനം നീളും. വേഗത്തിൽ തീരുമാനമെടുക്കേണ്ടതില്ലെന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. നിലവിലെ സാമുദായിക സമവാക്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട്. എന്നാൽ മുഴുവൻ സമയ KPCC പ്രസിഡന്റ് വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. കർണാടകയ്ക്കും തമിഴ്നാടിനും പിന്നാലെ കേരളത്തിലും KPCC അധ്യക്ഷ മാറ്റം ഉണ്ടാകുമെന്ന വാർത്തകൾ പരന്നെങ്കിലും ഇപ്പോൾ വേണ്ട എന്ന തീരുമാനത്തിലാണ് ഹൈക്കമാൻഡ്. ഉടൻ തീരുമാനമുണ്ടാവുകയാണെങ്കിൽ നിലവിലെ സാമുദായിക സമവാക്യങ്ങളെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ മുഴുവൻ സമയ KPCC അധ്യക്ഷൻ വേണമെന്ന നിലപാടിലാണ് ഒരു വിഭാഗം യുവ നേതാക്കൾ. ഗവൺമെന്റ് പ്ലീഡർ നിയമനം മുതൽ വിഴിഞ്ഞം തുറമുഖ വിവാദം വരെയുള്ള തീരുമാനങ്ങളിൽ പാർട്ടി പ്രതിരോധത്തിലാണ്. ഏകപക്ഷീയമായ തീരുമാനങ്ങൾ പാർട്ടിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടെന്ന് കാട്ടി KPCC ജനറൽ സെക്രട്ടറി MR അഭിലാഷ് KPCC അധ്യക്ഷന് കത്ത് നൽകി. KPCC ഭാരവാഹി യോഗം ചേർന്ന് വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നും നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. പുതിയ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് മാത്യു കുഴൽനാടൻ, VT ബൽറാം, ജോസഫ് മാഴക്കൻ എന്നിവരുടെ പേരുകൾ ഉയർന്നു കേട്ടെങ്കിലും OBC പിന്നാക്ക പ്രാതിനിധ്യം പരിഗണിച്ച് മുതിർന്ന നേതാവായ കൊടിക്കുന്നിൽ സുരേഷ് MPയെ പരിഗണിക്കണമെന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. എന്നാൽ പാർട്ടിയിൽ പുതിയ അധികാര കേന്ദ്രങ്ങൾ ശക്തമായതോടെ ഉടൻ തീരുമാനം വേണ്ട എന്ന നിലപാടിലാണ് കേന്ദ്ര നേതൃത്വം. 24 തിരുവനന്തപുരം. എറണാകുളം പാരിയത്തുകാവിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ ജില്ലാ കളക്ടർക്ക് കൈമാറി. കുന്നത്നാട് MLA VP സജീന്ദ്രനാണ് പ്ലാൻ കൈമാറിയത്. ഈ മാസം തന്നെ വീടുകൾക്ക് തറക്കല്ലിടാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. ലാൽകൃഷ്ണ കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലാൽകൃഷ്ണ, ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നാം ഇതിനിടയിൽ കണ്ടതാണ്. ഇപ്പോൾ വീടുകൾക്ക് തറക്കല്ലിടാൻ ഒരു തീരുമാനമായിട്ടുണ്ട്. ഈ മാസം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുമോ? തീർച്ചയായിട്ടും ഈ മാസം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി 10 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അതായത് 10 മാസത്തിന് ശേഷം ഏകദേശം 1 കൊല്ലത്തിനുള്ളിൽ തന്നെ നേരത്തെ ഈ വിവാദ ഭൂമിയുടെ ഉടമസ്ഥരായി കണ്ടെത്തിയിരുന്ന ശങ്കരൻ നായരുടെ കുടുംബത്തിന് ഭൂമി പൂർണ്ണമായും കൈമാറുക എന്നുള്ളതാണ് നിലവിൽ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്നുള്ളത്. 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിന് 3 കിടപ്പുമുറികൾ, സിറ്റ് ഔട്ട്, ഹാള്, അടുക്കള തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 5 സെന്റ് വീതമുള്ള സ്ഥലം 7 കുടുംബങ്ങൾക്കായിട്ട് തിരിച്ചിട്ടുള്ളത്. നിലവിൽ നൽകിയിരിക്കുന്നത് 3 പ്ലാനുകളാണ്. ഇതിൽ ഏറ്റവും അനുയോജ്യമായത് എന്ന് തോന്നുന്ന പ്ലാന് തിങ്കളാഴ്ചയോടുകൂടി തിരഞ്ഞെടുക്കും. 16-ാം തീയതി, ഈ മാസം 16-ാം തീയതി തന്നെ തറക്കല്ലിടൽ കർമ്മത്തിലേക്ക് കടക്കാം എന്നുള്ളതാണ് ധാരണയിലെത്തിയിരിക്കുന്നത്. അങ്ങനെ 10 മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചയായി ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലത്തിൻ്റെ
അളന്നുതിരിക്കൽ അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാൻ ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയിരുന്നു. ജില്ലാ കളക്ടർ പ്രിയങ്കയുടെ നേതൃത്വത്തിലാണ് നിലവിൽ പ്ലാൻ സെലക്ട് ചെയ്യുന്നത്. അതിൽ മൂവാറ്റുപുഴ RDO അതോടൊപ്പം തന്നെ EDM അടക്കമുള്ളവരും പങ്കാളികളായിരിക്കും. ഈ ഭൂമിയുടെ ഭൂമി കൈമാറുന്ന ഭൂമി നിലവിൽ ഏറ്റെടുക്കാൻ പോകുന്ന പാലിത്തുകാവിലെ നിവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അവർക്ക് അനുയോജ്യം എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരേപോലെയുള്ള വീടുകൾ നിർമ്മിച്ചു നൽകുക എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം ലക്ഷ്യം വെക്കുന്നത്. ശരി, ലാൽകൃഷ്ണയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ശ്വേതാ മേനോനെതിരെ രൂക്ഷ വിമർശനവുമായി അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ ഒരു വിഭാഗം സംഘടനയെ രാഷ്ട്രീയ അജണ്ടയാക്കി മാറ്റിയെന്നും വലിയ സാമ്പത്തിക ക്രമക്കേട് നടന്നെന്നും നടിമാർ ആരോപിച്ചു. മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പിന്തുണ തനിക്കുണ്ടെന്ന് ശ്വേതാ മേനോൻ ഫേസ്ബുക്കിൽ കുറിച്ചു. സർക്കാർ ഇടപെടേണ്ട കാര്യങ്ങളിൽ ഇടപെടുമെന്ന് സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. നിയമപരമായി മുന്നോട്ടു പോകുമെന്ന നിലപാടിൽ ശ്വേതാ മേനോൻ. മറുവശത്ത് ശ്വേതയ്ക്കെതിരെ ഗുരുതര സാമ്പത്തിക ക്രമക്കേടും രാഷ്ട്രീയ ഡീലും ഉൾപ്പെടെ ഉയർത്തി ഒരു വിഭാഗം. ശ്വേതാ മേനോൻ സംഘടനയെ ആകെ പ്രതിസന്ധിയിലാക്കിയെന്ന നടിമാരായ ഉഷാ ഹസീനയും മാലാ പാർവതിയും അൻസിബയും. അമ്മയെ കാവ്യവൽക്കരിക്കാനാണ് ശ്വേതയുടെ ശ്രമമെന്ന ഗുരുതരാരോപണവും നടിമാർ ഉയർത്തുന്നു. അമ്മയിൽ നിന്ന് സ്ഥാനാർത്ഥികളെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ശ്വേത BJPയിൽ നിന്ന് 2 കോടി രൂപ വാങ്ങി. ഇത് ബാബുരാജ് ജനറൽ ബോഡിയിൽ ഉന്നയിച്ചപ്പോൾ ശ്വേതയ്ക്ക് മറുപടിയില്ലായിരുന്നുവെന്നും വിമർശനം. ബാബുരാജ് ഒരു ആരോപണം മുന്നോട്ട് വെച്ചു. ഒരു പ്രത്യേക പാർട്ടിയിൽ നിന്നും 2 കോടി രൂപ വാങ്ങിയില്ലെങ്കിൽ ഇവരെ ഇറങ്ങി ഓടി അവിടുന്ന്. എന്തിനാണ് ഓടുന്നത്? നമ്മളോടൊരു അനാവശ്യമായ ആരോപണം പറഞ്ഞാൽ തിരിഞ്ഞു നിന്ന് താൻ ആരോടൊന്നുമല്ലേ തിരിച്ചു ചോദിക്കുക. അങ്ങനെ ചോദിക്കാതെ അവരിറങ്ങി ഓടിയത് എന്തിനാണ്? വിവാദ ദല്ലാൾ നന്ദകുമാറിന്റെ കയ്യിൽ നിന്നും സംഘടനയ്ക്കായി 1 കോടി രൂപ വാങ്ങിയെന്ന് ആദ്യം പറയുന്നു. റിപ്പോർട്ട് വന്നപ്പോൾ അത് 75 ലക്ഷമായി. ബാക്കി 25 ലക്ഷം രൂപ എവിടെയെന്നത് വ്യക്തമാക്കണമെന്ന് അൻസിബ. സാമ്പത്തിക ക്രമക്കേടുകൾ ചോദ്യം ചെയ്തപ്പോൾ അൻസിബയെ ജിഹാദിയാക്കിയെന്ന് ഉഷാ ഹസീന. വളരെ മോശമായ കാര്യമാണ് ചെയ്തത്. എന്താ ചെയ്തത്? വിശ്വാസപൂർവ്വം ഒരു ജനപ്രതിനിധി കൂടിയായ ഒരു സഹപ്രവർത്തകൻ, എത്രയോ വർഷങ്ങളായിട്ട് പരിചയമുള്ള സഹപ്രവർത്തകനാണ്. അദ്ദേഹം വളരെ പേഴ്സണലായിട്ട് സംസാരിച്ച ഒരു ഓഡിയോ ക്ലിപ്പ് അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. ആ ഓഡിയോ ക്ലിപ്പില് പല ഭാഗത്തും അവർ സംസാരിച്ചത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അമ്മ സംഘടനയ്ക്ക് അകത്തുതന്നെ പരിശോധന വേണമെന്നും സർക്കാർ ഇടപെടേണ്ട കാര്യങ്ങളിൽ ഇടപെടുമെന്നും സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. ആശാസ്യകരമായ രൂപത്തിലുള്ള കാര്യങ്ങളല്ല ഒന്നും വരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഗവൺമെന്റിന്റെ ഇടപെടൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് ഇടപെടും. പക്ഷേ സംഘടനയ്ക്ക് അകത്തുനിന്നുള്ള കാര്യങ്ങൾ ഇത്തരം അകത്തുള്ള പരിശോധന ഉണ്ടാകണം. ഇത്ര നാളായിട്ടും പ്രശ്നം തീരുന്നില്ല എന്നുള്ളത് ഒട്ടും നല്ലതല്ല മലയാള സിനിമയ്ക്കും സിനിമയുമായി ബന്ധപ്പെട്ട സംഘടനയ്ക്കും. അഡ്ഹോക് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കേസ് അടുത്ത 13-ാം തീയതി കോടതി പരിഗണിക്കും. 24 കൊച്ചി. അമ്മ സംഘടനയുടെ ചേരിപ്പോരിനിടെ അദാനി ഗ്രൂപ്പിന്റെ പേര് കൂടി വന്നതോടെ ചർച്ചകൾ പുതിയ തലത്തിലേക്ക്. ശ്വേതയുടെ പേരിൽ അദാനി ഗ്രൂപ്പ് 15 കോടി രൂപ സംഘടനയ്ക്ക് നൽകുമെന്ന് BJP നേതാവ് പത്മജ മേനോൻ പറയുന്ന വീഡിയോ മാലാ പാർവതി പുറത്തുവിട്ടു. എന്നാൽ ശ്വേതാ മേനോൻ സംഘടനയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ആരായുക മാത്രമാണ് ചെയ്തതെന്ന് പത്മജ മേനോൻ 24നോട് പ്രതികരിച്ചു. പിന്നെ ഇതിലൊരു വലിയൊരു കാര്യം പറയുന്നത് എന്താണെന്നറിയാമോ? 15 കോടി രൂപ ശ്വേതയുടെ വിശ്വാസ്യതയില് അദാനി ഗ്രൂപ്പ് ഇവരുടെ കുറെ പരിപാടികളുണ്ട്. ദക്ഷിണ അങ്ങനത്തുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സിനിമാ രംഗത്തുണ്ടായിരുന്ന ആൾക്കാർക്ക് കരുതലായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ച് കൂടുതൽ കൊടുക്കാൻ വീട് വെച്ചു. മാലാ പാർവതി പുറത്തുവിട്ട പത്മജ മേനോന്റെ ഓഡിയോ അമ്മയിൽ രാഷ്ട്രീയ ചേരിതിരിവുകൾക്കും വഴിവെക്കുകയാണ്. ശ്വേതാ മേനോന് പണം ലഭിക്കുമെന്ന് BJP നേതാവാണ് പറയുന്നത്. ഇവർ തമ്മിൽ എന്താണ് ബന്ധമെന്ന ചോദ്യമുയരും. അമ്മയുടെ അധ്യക്ഷയായിരുന്ന ശ്വേതാ മേനോൻ BJPയിൽ നിന്ന് പണം വാങ്ങിയെന്ന് ജനറൽ ബോഡിയിൽ ബാബുരാജ് ഉന്നയിച്ചിരുന്നു. ഇതിനെ ശക്തമായി അന്ന് എതിർത്ത ശ്വേത തനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ചായ്വില്ലെന്നും തന്നെ BJPയുടെ ആളാക്കാൻ ശ്രമം നടക്കുന്നുവെന്നും തിരിച്ചടിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് വലിയ വാക്പോര് നടക്കുന്നതിനിടെയാണ് അദാനി ഗ്രൂപ്പിന്റെ പേര് കൂടി ചേർത്തുള്ള പുതിയ ശബ്ദരേഖ. എന്നാൽ പണം ലഭിച്ചിട്ടില്ലല്ലോ എന്നും കാര്യങ്ങൾ എതിർഭാഗം ഇത്ര വിഷയമാക്കേണ്ടതില്ലെന്നും BJP നേതാവ് പത്മജ മേനോൻ 24നോട് പറഞ്ഞു. അവർക്ക് കിട്ടിയിട്ടില്ലല്ലോ പൈസ. 15 കോടി രൂപ കിട്ടിയിട്ടില്ലല്ലോ. അത് 15 രൂപ അവരുടെ കോൺടാക്ട്സ് വെച്ചിട്ട് കിട്ടാൻ പരിശ്രമിക്കാൻ ചാൻസ് ഉണ്ടോ എന്നല്ലേ പറയുന്നുള്ളൂ. അതിന് ഇത്രയധികം ഇവര് ഇഷ്യൂ ഉണ്ടാക്കുന്നതിന് അവരത് മേടിച്ചിട്ടില്ലല്ലോ. ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ച് മാലാ പാർവതിയും 24ൽ. അദാനിയിൽ നിന്നും പൈസ വരുന്നു, അതായത് മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്ന് പൈസ വരുന്നു എന്ന് മാഡം പറഞ്ഞ് ഞങ്ങൾ അറിയുവാണ്. ഞങ്ങളുടെ സംഘടനയിൽ വേറെ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് ഒപ്പിടിച്ചു എന്നൊക്കെ പറയുന്നത് അത് അറിഞ്ഞുകൂടാ സർ. ഞാൻ ഒപ്പിട്ടിട്ടേ ഇല്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം നടന്നതായിട്ട് എനിക്കറിയില്ല.
അമ്മയിലെ തർക്കങ്ങളിലും വാക്പോരിനും രാഷ്ട്രീയ മാനം വന്നു കഴിഞ്ഞു. നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഴുവൻ കുന്തമുനകളും ശ്വേതാ മേനോന് എതിരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി മറുപടി വരേണ്ടതും ശ്വേതയിൽ നിന്ന്. 24 കൊച്ചി. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനയിൽ നിന്ന് കൊള്ളയടിച്ച പണം തുല്യമായി വീതിച്ചെന്ന് പ്രതി അവിനാശ് ശുക്ല. CCTV ദൃശ്യങ്ങൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായുടെ അനുയായി ടിന്നു യാദവ് നശിപ്പിച്ചെന്നും അവിനാശ് ശുക്ല അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. പ്രതിദിനം 6 മുതൽ 7 ലക്ഷം രൂപ വരെ പ്രതികൾ ക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിച്ചു കടത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അയോധ്യ രാമക്ഷേത്രത്തിൽ ആദ്യകാലത്ത് പ്രതിദിനം 16 മുതൽ 18 ലക്ഷം രൂപ വരെയാണ് സംഭാവനയായി ലഭിച്ചിരുന്നത്. പിന്നീടത് 20 മുതൽ 24 ലക്ഷം രൂപ വരെയായി. ഈ കാലയളവിൽ പ്രതികൾ പ്രതിദിനം 6 ലക്ഷം രൂപ മുതൽ 7 ലക്ഷം വരെ മോഷ്ടിച്ചുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കൊള്ള നടത്തിയ പണം എല്ലാ പ്രതികൾക്കും തുല്യമായി വീതിച്ചു നൽകിയെന്ന് പ്രതി അവിനാശ് ശുക്ല മൊഴി നൽകി. പണം ഉപയോഗിച്ച് കാറും ഗ്രാമത്തിൽ വീടും വാങ്ങി. സംശയമുണ്ടാകാതിരിക്കാൻ സർക്കാർ അധ്യാപകനായ സഹോദരൻ അഭിഷേകിന്റെ പേരിലാണ് കാറു വാങ്ങിയതെന്നും അവിനാശ് ശുക്ല സമ്മതിച്ചു. പ്രതിയായ ടിനു യാദവിന് ചില സന്ദർഭങ്ങളിൽ കൂടുതൽ പണം നൽകി. CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കുമെന്ന് ടിനു യാദവ് പറഞ്ഞിരുന്നതായും അവിനാശ് ശുക്ല അന്വേഷണ സംഘത്തോട് പറഞ്ഞു. പ്രതികൾ 2 തവണ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തി. പണമെണ്ണുന്ന ജീവനക്കാരെ തീരുമാനിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണെന്നാണ് ക്ഷേത്രത്തിലേക്ക് ജീവനക്കാരെ നൽകിയ ഏജൻസി മൊഴി നൽകിയത്. എന്നാൽ ഈ ആരോപണം ബാങ്ക് തള്ളി. രാംലല്ലയ്ക്കെതിരെ മോഷണം നടത്തിയവരെ തൂക്കിലേറ്റണമെന്ന് ട്രസ്റ്റ് അംഗം ദിനേന്ദ്രദാസ് ആവശ്യപ്പെട്ടു. സംഭാവന കൊള്ളയിൽ BJPക്കെതിരെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നാളെ മുംബൈയിൽ ഹനുമാൻ ക്ഷേത്രത്തിന് സമീപം പ്രതിഷേധം സംഘടിപ്പിക്കും. അതിനിടെ ഉത്തരാഖണ്ഡ് ബദ്രിനാഥ് ക്ഷേത്രത്തിലും സംഭാവന ക്രമക്കേടെന്ന ആരോപണമുയർന്നു. സംഭവത്തിൽ ക്ഷേത്ര കമ്മിറ്റി അന്വേഷണത്തിന് ഉത്തരവിട്ടു. 24 ഡൽഹി. മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ വീണ്ടും തിരിച്ചടി. TMC സംസ്ഥാന അധ്യക്ഷ ചന്ദ്രിമ ഭട്ടാചാര്യ രാജിവെച്ചു. വിമത നേതാക്കളുമായി ചന്ദ്രിമ കൂടിക്കാഴ്ച നടത്തി. കൊൽക്കത്തയിലെ പാർട്ടി ആസ്ഥാനം വിമത വിഭാഗം പിടിച്ചെടുത്തു. ഓഫീസ് ബലപ്രയോഗത്തിലൂടെ കൈയടക്കിയതായി മമതാ വിഭാഗം പോലീസിൽ പരാതി നൽകി. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിമത നീക്കത്തിന് ശേഷവും വിശ്വസ്തയായി തുടർന്ന ചന്ദ്രിമ ഭട്ടാചാര്യയിൽ നിന്നും അപ്രതീക്ഷിത തിരിച്ചടിയാണ് മമതാ ബാനർജിക്ക് ലഭിച്ചത്. പാർട്ടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനമടക്കം മുഴുവൻ പദവികളും രാജിവെച്ച ചന്ദ്രിമ വിമത നേതാക്കളുമായി ചർച്ച നടത്തി. വിമത നീക്കത്തിന് പിന്നാലെ നടന്ന പുനഃസംഘടനയിലാണ് ചന്ദ്രിമ ഭട്ടാചാര്യയെ പാർട്ടി സംസ്ഥാന അധ്യക്ഷയാക്കിയത്. തൃണമൂൽ സംസ്ഥാന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന EM ബൈപ്പാസിലെ മെട്രോപൊളിറ്റൻ ഓഫീസ് ഋതബ്രത ബാനർജിയുടെ നേതൃത്വത്തിൽ വിമത നേതാക്കൾ പിടിച്ചെടുത്തു. പൂട്ട് തകർത്ത് അകത്ത് കടന്ന വിമത നേതാക്കൾ അരൂപ് റോയ് പാർട്ടി ചെയർമാൻ എന്ന ബോർഡ് ഓഫീസിൽ സ്ഥാപിച്ചു. എന്നാൽ മമതാ ബാനർജിയുടെ ഫോട്ടോ നീക്കം ചെയ്തിട്ടില്ല. പാർട്ടി ഓഫീസ് വിമത വിഭാഗം പുതിയ താഴിട്ട് പൂട്ടി. വിവരമറിഞ്ഞ് കുനാൽ ഘോഷിന്റെ നേതൃത്വത്തിൽ മമതാ വിഭാഗം നേതാക്കൾ സ്ഥലത്തെത്തിയെങ്കിലും കെട്ടിടത്തിന് അകത്ത് കയറാനായില്ല. തുടർന്ന് ഇവർ വിമത നേതാക്കൾ പാർട്ടി ആസ്ഥാനം ബലം പ്രയോഗിച്ച് കൈയടക്കിയതായി പോലീസിന് പരാതി നൽകി. TMCയുമായുള്ള വാടക കരാർ 2025 അവസാനിച്ചുവെന്നും ഓഫീസ് ഒഴിഞ്ഞുതരാൻ ആവശ്യപ്പെട്ടിരുന്നതായും കെട്ടിട ഉടമ മോണോദോഷ് സഹ അറിയിച്ചു. അതേസമയം കെട്ടിട ഉടമയുമായി പുതിയ കരാർ ഉണ്ടാക്കിയെന്നാണ് വിമത വിഭാഗത്തിന്റെ അവകാശവാദം. പാർട്ടി ആസ്ഥാനം കൈവശപ്പെടുത്തിയതിലൂടെ പാർട്ടി ചിഹ്നത്തിലുള്ള അവകാശവാദം ശക്തിപ്പെടുത്താനാണ് വിമതരുടെ നീക്കം. ജൂലൈ 6 മുൻപായി ഔദ്യോഗിക പാർട്ടി അംഗീകാരത്തിനുള്ള അവകാശവാദങ്ങൾ രേഖാമൂലം സമർപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരു വിഭാഗങ്ങളോടും ആവശ്യപ്പെട്ടിരുന്നു. 24 ഡൽഹി. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. മലപ്പുറം തേഞ്ഞിപ്പലം കടക്കാട്ടുപാറയിൽ കിണർ ഇടിഞ്ഞു താണു. ഇടുക്കി നെടുങ്കണ്ടത്ത് ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് വീട് തകർന്നു. നദികളിൽ ജലനിരപ്പ് ഉയർന്നു. ഇടുക്കി പാമ്പല ഡാം തുറന്നു. ഇന്ന് 11 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങളുണ്ടായി. മലപ്പുറം തേഞ്ഞിപ്പാലം കടക്കാട്ടുപാറയിൽ വീടിനോട് ചേർന്ന് മണ്ണിടിഞ്ഞു. സമീപത്തെ കിണറും ഇടിഞ്ഞു താഴ്ന്നു. കടക്കാട്ടുപാറ മുസ്തഫയുടെ വീട് അപകട ഭീഷണിയിലായി. കുടുംബത്തെ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഇടുക്കി നെടുങ്കണ്ടത്ത് ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് വീടിന്റെ ഷീറ്റുകൾ തകർന്നു വീണു. ആശാരികണ്ഠം തട്ടാപ്പറമ്പിൽ സാജുവിന്റെ വീടിന് മുകളിലാണ് മരം വീണത്. സാജുവിന്റെ മകൾ സാന്ദ്രയ്ക്ക് പരുക്കേറ്റു. കണ്ണൂർ ചെറുപുഴയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. കണ്ണൂർ പാലക്കുളങ്ങരയിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയുടെ മുകളിൽ മരം വീണു. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ മിന്നൽ ചുഴലിയിൽ നിരവധി മരങ്ങൾ കടപുഴകി. നിരവധി വീടുകളുടെ മുകളിലെ റൂഫ് ഷീറ്റ് പറന്നുപോയി. കോഴിക്കോട് ചാലിയാറിലെ ഊർക്കടവിലെ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ 16 ഷട്ടറുകളും ഉയർത്തി.
വെള്ളപ്പൊക്ക ഭീഷണിയിലുള്ള പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചാലിയാർ, ഇരുവഞ്ഞി, ചെറുപുഴ എന്നിവയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. ഇടുക്കി പാമ്പള ഡാം തുറന്നു. ഘട്ടം ഘട്ടമായി 500 ക്യൂമെക്സ് വെള്ളമാണ് ഒഴുക്കിവിടുക. പെരിയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ പ്രതിഷേധമുയർത്തിയ യൂത്ത് ലീഗിനെ തള്ളി മുസ്ലിം ലീഗ് നേതൃത്വം. അപേക്ഷ നൽകിയ എല്ലാവരെയും സ്റ്റാഫിൽ ഉൾപ്പെടുത്താനാകില്ലെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് 24നോട് പറഞ്ഞു. അടുത്തിടെ ചേർന്ന യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ പ്രവർത്തക സമിതിയിലാണ് മന്ത്രിമാർക്ക് രൂക്ഷ വിമർശനം ഉയർന്നത്. സ്റ്റാഫ് നിയമനത്തിലും മന്ത്രിമാരുടെ പെരുമാറ്റത്തിലും യൂത്ത് ലീഗ് ഉന്നയിച്ച അതൃപ്തിയെ പാടെ തള്ളുകയാണ് ലീഗ് നേതൃത്വം. പരാതി കാര്യമായി എടുക്കുന്നില്ലെന്നും അപേക്ഷ നൽകുന്ന എല്ലാവരെയും സ്റ്റാഫിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലെന്നും ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് 24നോട് പറഞ്ഞു. എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ എന്തായാലും നമുക്ക് സാധിച്ചോളന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് മന്ത്രിമാരുടെ സ്റ്റാഫിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ്. അതിന് പറ്റുന്ന ആൾക്കാരല്ലേ നമുക്ക് സ്റ്റാഫിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. മന്ത്രിമാരൊക്കെ പുതിയ ആൾക്കാരാണ്. അപ്പോൾ കഴിയുന്നതും പരിചയസമ്പന്നരും അതോടൊപ്പം തന്നെ നല്ല പ്രൊഫഷണൽസും ഒക്കെ മന്ത്രിമാരുടെ സ്റ്റാഫിൽ ഉണ്ടാവേണ്ടതുണ്ട്. മന്ത്രിമാർ യൂത്ത് ലീഗ് ഉൾപ്പെടെ സംഘടിപ്പിക്കുന്ന പരിപാടികൾക്ക് എത്തുന്നില്ലെന്ന പരാതിക്കും നേതൃത്വത്തിന് മറുപടിയുണ്ട്. ഇല്ലല്ല, ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു പരാതി ഇല്ല. ഞാൻ പറയണത് ഇപ്പോൾ നമ്മുടെ ഗവർണർ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഒന്നിച്ചില്ലാതെ മാസമായിട്ടുള്ളൂ. മന്ത്രിമാർക്കൊരു ഇരിപ്പുറച്ചിട്ടില്ല എപ്പോഴും. ലീഗ് മന്ത്രിമാർ ഉപജാപങ്ങളുടെ പിടിയിലായെന്നും പാർട്ടിയെ ധിക്കരിച്ചാണ് മന്ത്രിമാർ മുന്നോട്ടു പോകുന്നതെന്നും തുടങ്ങിയ വിമർശനങ്ങളാണ് യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ പ്രവർത്തക സമിതി യോഗത്തിൽ ഉയർന്നത്. നിഖിൽ പ്രമേഷ്, 24 മലപ്പുറം. ഫിഫ വേൾഡ് കപ്പ് ആവേശത്തിന്റെ ഭാഗമായി ഗോകുലം കേരള എഫ്സിയുടെ നേതൃത്വത്തിൽ വേൾഡ് കപ്പ് കാർണിവൽ 2026 സംഘടിപ്പിച്ചു. കോഴിക്കോട് ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിൽ നടന്ന മത്സര പരിപാടിയിൽ പങ്കെടുക്കാൻ നിരവധി വിദ്യാർത്ഥികളാണ് എത്തിയത്. ഷൂട്ട് ദ ടാർഗറ്റ്, ബോൾ പാസ് ചാലഞ്ച്, പെനാൾട്ടി ചലഞ്ച്, ബ്ലൈൻഡ് വാക്ക് തുടങ്ങി നിരവധി മത്സരങ്ങളാണ് കോഴിക്കോട് ജില്ലയിലെ വിദ്യാർത്ഥികൾക്കായി ഗോകുലം കേരള എഫ്സി സംഘടിപ്പിച്ചത്. സൗഹൃദ മത്സരവും ടൂർണമെന്റുമെല്ലാം കുട്ടികൾക്ക് ആവേശം പകരുന്നതായിരുന്നു. ഫുട്ബോളിനെ കുറിച്ച് അറിവ് പകരാൻ ഇത്തരം പരിപാടികൾ അനുയോജ്യമാണെന്ന് ഇന്ത്യൻ ആംബ്യൂട്ടി ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ വൈശാഖ് RS. ഒരുപാട് സന്തോഷം. സ്കൂളുകളിൽ ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്താ പറയുക, കുട്ടികളിലെ ഫുട്ബോൾ കളിയോടുള്ള ഇഷ്ടം കൂട്ടാൻ ഒരു വലിയൊരു കാരണമാകും. സ്കൂള് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അപ്പോൾ ആ കുട്ടികൾ ഭാവിയിൽ ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് കടന്നു വന്നാൽ അത് നന്നാവും ഇന്ത്യൻ ഫുട്ബോളിൽ. ഗോകുലം പബ്ലിക് സ്കൂളിൽ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരുന്നു മത്സരം. 24 കോഴിക്കോട്. റിപ്പോർട്ടോടെ 24 റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.